അതോടൊപ്പം തന്നെ ഒത്തിരി തെറ്റിദ്ധാരണകൾ അങ്ങ് പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ. ഈ തെറ്റിദ്ധാരണകൾ സമൂഹത്തിലെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതല്ല കേട്ടോ, ഇങ്ങനെയും മറ്റൊരു വശമുണ്ട് എന്ന് പറയേണ്ട ഒരു ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന്. നമ്മുടെ സഭ എന്തിനാണ് വെറുതെ ഇങ്ങനെ നിന്ന് മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾക്ക് പരിഹാസങ്ങൾക്ക് വിധേയമാകുന്നത്? ഈ ഒരു തലത്തിലാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇടപെടലുകൾ ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ സത്യം പറയണം, നമുക്ക് അറിയാവുന്ന സത്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ സഭ ഒത്തിരി നന്മയുള്ള ഒരു സഭ, സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന ഒരു സഭ വെറുതെ എന്തിനാണ് തെറ്റിദ്ധാരണകളുടെ പേരിൽ സമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത്? അത് പലപ്പോഴും എന്റെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെത്രാന്മാരാണ്, വൈദികരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ സഭ വെറുതെ നിന്ന് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന സത്യം നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അത് ചിലപ്പം പൊതു മാധ്യമങ്ങൾ നമ്മളെ വിളിക്കത്തില്ല. കാരണം സഭയുടെ നേരിന്റെ പക്ഷം പറയുന്നവരെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ചകൾക്കൊന്നും വിളിക്കത്തില്ല. അവർക്ക് ആവശ്യമുള്ളത് സഭയുടെ പേരിൽ നിന്ന് തല്ലുകൊള്ളുന്ന കുറച്ച് പേരെയാണ്. അവരെ തന്നെ അവർ തെരഞ്ഞുപിടിച്ച് എല്ലാ ചർച്ചയ്ക്കും കൊണ്ടുവരും. അല്ലെങ്കിൽ സഭയ്ക്കെതിരെ പറയുമെന്ന് ഉറപ്പുള്ള നല്ല സത്യക്രിസ്ത്യാനികളുടെ പേരുള്ളവരെ മാത്രം, അത് വൈദികരാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും തെരഞ്ഞുപിടിച്ചു കൊണ്ടുവരും. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് ഈ ഡിജിറ്റൽ ലോകം നമുക്ക് തരുന്ന ഒരു വലിയ സാധ്യതയാണ്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും നമുക്ക് ജനത്തോട് പറയരുത്. ഒരുപക്ഷെ ഒരു പത്രത്തിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്കിൽ നമ്മുടെ ആശയങ്ങൾ കാണുന്നു. അതിനെതിരെ കുറ്റം പറയുന്നവരോ വിമർശിക്കുന്നവരോ കാണും. എനിക്ക് വിമർശിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു പോസ്റ്റിനെ ഒരാൾ വിമർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ പോസ്റ്റ് കിട്ടും. അത് വളരെ നല്ലതാണ്. കാരണം വ്യത്യസ്തമായ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുക. ഇപ്പൊ ഈ ജനങ്ങളുടെ ജനാഭിപ്രായത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ മാധ്യമങ്ങളുടെയും ലക്ഷ്യം. ജനങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിക്കുമ്പോൾ നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. കൃത്യസമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് അതും കൂടി ഒന്ന് വിലയിരുത്തി സത്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് തന്നെയാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഡിജിറ്റൽ മിഷണറിമാരാവണം. ബെനഡിക്ട് 16 മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങണം, യൂട്യൂബ് നിങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ ബെനഡിക്ട് 16 നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അത് നല്ലൊരു സുവിശേഷവൽക്കരണ മാധ്യമമാണ്. സഭയുടെ സത്യം സമൂഹ മധ്യത്തിൽ അറിയിക്കാനുള്ള ഒരു മാധ്യമമാണ്. അത് പലപ്പോഴും സഭ ഇങ്ങനെ അകാരണമായിട്ട് വേദനിക്കുമ്പോൾ എന്റെയും മനസ്സ് ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. വെറുതെ എന്തിനാണ്? നമ്മുടെ ഈ സത്യം ഉണ്ടല്ലോ, ഐ കാൻ ബി ടെൽ ദ ഹോൾ വേൾഡ് അബൌട്ട് അവർ ട്രൂത്ത്. അതേസമയം ചില കാര്യങ്ങളിൽ കുറച്ചും കൂടെ വേഗതയിൽ പ്രതികരിക്കണമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. നമ്മൾ സത്യം പറയാൻ സാധിക്കുന്ന വ്യക്തികൾ അത് പറഞ്ഞുകൊണ്ട്